ഫുട്ബോൾ ചരിത്രത്തിൽ ഒരുപാട് ഡിഫൻഡർമാർ വന്നിട്ടുണ്ട്. പക്ഷേ ഡിഫൻഡർ ആയിരുന്നിട്ടും എതിരാളികളുടെ പ്രതിരോധത്തെ ഭയപ്പെടുത്താൻ കഴിഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് മൈതാനത്തേക്ക് ഇറങ്ങുമ്പോൾ എതിരാളികൾക്ക് അറിയാമായിരുന്നു ഇവരെ ഇടതുവശത്തുകൂടി സ്വതന്ത്രനാക്കി വിട്ടാൽ പ്രശ്നമാണെന്ന്. കാരണം അവനൊരു ഡിഫൻഡർ മാത്രമായിരുന്നില്ല, അവന്റെ ഏറ്റവും വലിയ ആയുധം തന്നെ അവന്റെ ഇടതുകാലായിരുന്നു. കീപ്പർമാർക്ക് പന്ത് കാണാൻ പോലും ആകാത്ത വിധത്തിലുള്ള ഓരോ ഫ്രീ കിക്കുകളും. അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഏവർക്കും മനസ്സിലോർമ്മ വരിക 1947 ഫ്രാൻസിനെതിരായ ഫ്രീ കിക്ക് ആയിരിക്കും. അതെ, പന്ത് ഗോൾ പോസ്റ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് പോലെ തോന്നി, പക്ഷേ അടുത്ത നിമിഷം പന്ത് അത്ഭുതകരമായി ഗോൾ പോസ്റ്റിനകത്തേക്ക്. അവിടെ നിന്നാണ് ഫുട്ബോൾ ലോകം അറിഞ്ഞത് ഈ മനുഷ്യന്റെ കാലിൽ എന്തോ അസാധാരണമായുണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ കഥ ഫ്രീ കിക്കുകളിൽ മാത്രം അവസാനിക്കുന്നില്ല. അവന്റെ വേഗം ഒരു സ്പ്രിന്ററുടേത് പോലെയായിരുന്നു. അവൻ ഡിഫൻഡർ ആയിരുന്നു, പക്ഷേ ആക്രമണത്തിൽ ഒരു വിങ്ങറിന് പോലും മുന്നോട്ട് കുതിക്കും. ഒരു നിമിഷം സ്വന്തം ബോക്സിന് സമീപം ഡിഫൻഡ് ചെയ്യും, അടുത്ത നിമിഷം എതിരാളികളുടെ ബോക്സിന് സമീപം ഡിഫൻഡറെ ഇട്ട് കട്ടം കടക്കും. കാൽപന്തിന്റെ മാസ്മരികത മറഞ്ഞു കിടക്കുന്ന സാന്റിയാഗോ ബർണാബോയിലെത്തിയപ്പോൾ അവൻ തന്റെ നാമം സ്വർണ്ണ തൂലികയിൽ തന്നെ എഴുതി ചേർത്തു. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും ബ്രസീൽ ദേശീയ ടീമിൽ വേൾഡ് കപ്പും. 1998 വേൾഡ് കപ്പിൽ ബ്രസീലിനോടൊപ്പം ഫൈനലിലെത്തി അവിടെ നിന്ന് തോറ്റു മടങ്ങേണ്ടി വന്നവൻ 2002 റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീനോ തുടങ്ങിയ ലോകോത്തര താരങ്ങളോടൊപ്പം തന്റെ വേൾഡ് കപ്പും ഉയർത്തി. ആരാധകർ ഇന്നും അവനെ ഓർക്കുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്, അവന്റെ ഓരോ ഫ്രീ കിക്കുകളും. കാരണം പന്ത് അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും പുറപ്പെട്ടാൽ അതൊരു ഷോട്ടായിരുന്നില്ല, അതൊരു മുന്നറിയിപ്പായിരുന്നു. ഫുട്ബോൾ ലോകം ഒരുപാട് ഡിഫൻഡർമാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു ഡിഫൻഡറെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. കാരണം ചില കളിക്കാർ ഫുട്ബോൾ കളിക്കും, മറ്റു ചിലർ ഫുട്ബോളിലെ ചരിത്രമായി മാറും. അതെ, ഞാൻ പറഞ്ഞത് മറ്റാരെയും പറ്റിയല്ല, ഗലാറ്റിക്കോസിലെ ഇതിഹാസം, ബ്രസീലിന്റെ രാജാവ്, അതെ, റോബർട്ടോ കാർലോസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.